ഇന്ന് ചോറിന് പെട്ടെന്നൊരു മുട്ടച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ മൺചട്ടി വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അതിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 5-6 പച്ചമുളക് അതിലോട്ട് ഇട്ട് പൊട്ടിച്ചെടുക്കുക. അടച്ച് വെച്ച് പൊട്ടിക്കുക, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ മുളക് ഞാൻ കീറാതെയാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിലും ഞാൻ മുളക് കീറാതെ പൊട്ടിച്ചെടുക്കലാണ് പതിവ്. പിന്നെ അതിലോട്ട് ചെറുള്ളിയും തക്കാളിയും കൂടെ മുറിച്ചത് ചേർക്കുക. ഒരു പൊടി ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലോട്ട് വേണ്ടത് ഇത്രയും വലുപ്പത്തിൽ കുറച്ച് പുളി വേണം കേട്ടോ. അപ്പോൾ ചോറിനുള്ള കറിയാണ്. എന്നിട്ട് പുളിവെള്ളം നമുക്ക് അരിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുട്ട പുഴുക്കിയെടുക്കാം. 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊരു 2 വിസിലടിക്കുന്നവരെ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഒരു 2 മുട്ട ഉടച്ചുകൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതൊരു മുട്ടയുടെ ഒരു മണത്തിനാണ് കേട്ടോ അത് ഒഴിക്കുന്നത്. ബാക്കി മുട്ട നമുക്ക് പുഴുക്കിയത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒഴിക്കണം, അല്ലെങ്കിൽ മുട്ട നന്നായി കലങ്ങി പോകും കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഇട്ടാലും മതി. ഞാനിതിപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മസാലയൊക്കെ പിടിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ അതിലോട്ട് തേങ്ങ അരച്ചത്, ഒരു അരമുടി തേങ്ങ കൂടെ അരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു തിള വരുന്ന വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ഇത്രയും മതി. ആ തിള വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ പപ്പടവും കൂടെ വറുത്തെടുക്കണം കേട്ടോ. പപ്പടവും അരിമുളകും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അരിമുളക് മീൻസ് എന്നാന്ന് വെച്ചാൽ ഈ വെളുത്ത മുളകില്ലേ, വെള്ളമുളക്, അതാണ് നമ്മൾ അരിമുളക് എന്ന് പറയുന്നത് കേട്ടോ. തൈരൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത മുളക് കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിനുള്ള കറി കേട്ടോ. അപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ മുളക് ഇടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അരിമുളക്. അപ്പോൾ പപ്പടം മുളകും കൂടെ വറുത്ത് ഞാനൊരു ബോക്സിലാക്കി മാറ്റി വെച്ചു.